ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വളരാത്ത പ്രാർത്ഥന. മോർച്ചറിയിലിരിക്കുന്ന ശവം പോലെയാണ്. നമുക്കറിയാലോ, മോർച്ചറിയിൽ നമ്മൾ ശവം സൂക്ഷിക്കാറുണ്ട്, ചേതനയേറ്റ ശരീരം. ഇതുകൊണ്ടാണ് വേണമെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ വരാൻ വേണ്ടി, അതിന് ഏതാനും ദിവസങ്ങൾ കിട്ടാൻ വേണ്ടി അവർ മോർച്ചറിയിൽ ശവം സൂക്ഷിക്കും. എന്നിട്ട് ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ദിവസം നിശ്ചയിച്ച് ആ ഒരു ചടങ്ങിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുള്ള കാര്യമാണ്. മോർച്ചറിയിലെ ശവത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ആ വ്യക്തി ജീവനിലേക്ക് തിരിച്ചു വരാൻ പോരുന്നില്ല, അത് നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഓരോ ദിവസവും അവിടെ വെക്കുന്നതിന് എന്തൊരു ചെലവ്. ഏതാണ്ട് ഇതുപോലെയാണ് വളരാത്ത പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയിൽ വരാവുന്ന ചില അപാകതകൾ, മാത്രമല്ല ശരിക്കും പ്രാർത്ഥിച്ച വ്യക്തികളെ നമ്മൾ കണ്ടുപഠിക്കണം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ പ്രാർത്ഥന ഫലമണിയും. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ നല്ല പ്രാർത്ഥനകൾ നടത്തിയ വ്യക്തികളെ കണ്ടും കേട്ടും പഠിക്കുന്നവരായിട്ട് മാറണം. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ തിരിച്ചറിയാം. ആദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ വളരണം എന്നുള്ളത് കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഹെബ്രായ ലേഖനം 6:1 മുതൽ വായിക്കുമ്പോൾ വചനത്തിൽ നാം വളരണം, പ്രാർത്ഥനയിൽ നാം വളരണം, പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് നമ്മൾ വളരണം. എഫേസ്യസ് 4:14, 15, 16 വചനങ്ങൾ വായിച്ചാലും ഈ കാര്യം കൃത്യമായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥനയിൽ വളർന്നാൽ നമുക്ക് ഈ വാചിക പ്രാർത്ഥന വിട്ടിട്ട് ദിവ്യാനുഭൂതിയിലുള്ള പ്രാർത്ഥന വരെ പോകാൻ പറ്റും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും നമ്മൾ കാണുക. 10-ൽ പത്രോസിനുണ്ടായ ദിവ്യാനുഭൂതി, 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുക പൗലോസിനുണ്ടായ ദിവ്യാനുഭൂതി. പ്രാർത്ഥനയിൽ വളർന്നാൽ അവിടം വരെ നമുക്കും എത്താൻ പറ്റുമെന്ന് മത്തായി 15:8-9 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയ സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥന വെറുതെ വേസ്റ്റ് ആകുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. ജെറമ്യാ 29:13 വായിച്ചാലോ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവര് ദൈവത്തെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഞാൻ സൂചിപ്പിച്ച പോലെ പ്രാർത്ഥനയിൽ ഉണ്ടാകാവുന്ന ചില അപാകതകൾ, അത് നമ്മുടെ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ തിരുത്തണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ തിരുത്തണം. ഒന്നാമത്തെ കാര്യം, ക്ഷമിക്കാതെ പ്രാർത്ഥിക്കുന്നത്. മർക്കോസ് 9:25 വായിച്ചാൽ, ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം, അപ്പോൾ അത്ഭുതം നടക്കും. രണ്ടാമത്തെ കാര്യം, ഭിന്നത മാറ്റാതെയുള്ള പ്രാർത്ഥന. മത്തായി 18:19 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്നായ പിതാവ് നടത്തി തരും. കുടുംബാംഗങ്ങൾക്ക് പോലും ഒരു യോജിപ്പില്ലെങ്കിൽ പിന്നെ അവർ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ആ പ്രാർത്ഥന ഫലമണിയും? മറ്റൊന്ന്, വിശുദ്ധീകരിക്കപ്പെടാതെ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, കുറെ അശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. വിശുദ്ധീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല, പ്രാർത്ഥന തുടരും. ഹെബ്രായർ 12:14 നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കുമ്പസാരം വേണോ, വിശുദ്ധീകരണം വേണോ, അത് നടത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലമണിയും. മറ്റൊന്ന്, പാപം വെടിയാതെ പ്രാർത്ഥിക്കുന്നത്. പാപം വെടിയാൻ, പാപപ്രവൃത്തികൾ വെടിയാൻ ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥന തുടരും. യോഹന്നാൻ 9:31 വായിച്ചാൽ, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പാപം പിടിയാതെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? മറ്റൊന്ന്, തിന്മയായത് ചോദിച്ചാൽ അത് ദൈവത്തിന് നടത്തിത്തരാൻ പറ്റത്തില്ല. യാക്കോബ് 4:3 വായിച്ചാൽ, ചോദിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ തിന്മയായത് ചോദിക്കുന്നത് കൊണ്ടാണ്. പിന്നെ മറ്റൊന്ന്, ഈ കിട്ടണമെന്നുള്ള നിർബന്ധം പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അത് ശരിയല്ല. അത് ചിലപ്പം പരീക്ഷയിൽ ഇത്ര മാർക്ക് കിട്ടണം, ഇന്ന കാര്യം നടക്കണം, ഇന്ന സമയം കൊണ്ട് എന്നെ വിദേശത്ത് വിടണം, ഇങ്ങനെ നിർബന്ധപൂർവ്വം പ്രാർത്ഥിക്കുന്നത് ശരിയായ പ്രാർത്ഥന ആയിരിക്കണമെന്നില്ല. അന്തിമമായ തീരുമാനം ദൈവം എടുക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. സുഭാഷിതങ്ങൾ 16:1 വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം അതാണ്, അന്തിമമായ തീരുമാനം ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ്. അവസാനമായിട്ട്, ഈ ഭഗ്നാശനാകാതെ പ്രാർത്ഥിക്കണം. ചിലർ കുറച്ച് പ്രാർത്ഥിക്കും, പിന്നെ അവർ പറയണത് എനിക്ക് മടുപ്പാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയെല്ലാം പറയുന്നവര്. ലൂക്കാ 18:1 മുതൽ വായിച്ചാൽ, ഭഗ്നാശനാകാതെ നമ്മൾ ആ പ്രാർത്ഥന തുടരണം, ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിനി അവസാനമായിട്ട് ഏതാനും വ്യക്തികൾ, പ്രാർത്ഥിച്ച വ്യക്തികൾ, നന്നായിട്ട് പ്രാർത്ഥിച്ച വ്യക്തികൾ, അവരിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കാൻ നമുക്ക് പറ്റണം. ദാനിയേൽ 10:12 വായിച്ചാൽ, ശരിയായത് അറിയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ദാനിയേൽ. അപ്പം അതിന് അവൻ സ്വയം എളിമപ്പെടുത്തി. ഞാൻ സമയത്ത് തന്നെ ദൂതൻ പറയാണ്, ദൈവം എനിക്ക് നിർദ്ദേശം തന്നു പോയി നിന്നെ സഹായിക്കാൻ. ശരിയായത് അറിയാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. 1 സാമുവേൽ 1:10 വായിച്ചാൽ, ഹൃദയവികാരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ഹന്ന. അവളുടെ കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി കൊടുത്തു. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഒഴുകി വരണം. 2 ദിനവൃത്താന്തം 1:7 മുതൽ വായിക്കുമ്പോൾ, സോളമൻ, അവന് എന്തു വേണേലും ചോദിക്കാമായിരുന്നു. അവൻ ചോദിച്ചെന്താണ്? ജ്ഞാനവും വിവേകവും. ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. എസ്ര 9:5 മുതൽ വായിക്കുമ്പോൾ, എസ്രായുടെ പ്രാർത്ഥന. ദിവസം മുഴുവൻ ഉപവാസം നോക്കി സായാഹ്ന ബലിയുടെ സമയമായപ്പോൾ
ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടിന്മേൽ വീണ് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഇന്ന് വരെ ഒന്ന് മുട്ടുകുത്തിയോ കൈ വിരിച്ചു പിടിച്ചോ ഒക്കെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഉണ്ടാകാം. അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ വചനഭാഗം പഠിപ്പിക്കുക. എസ്ര 9:5 മുതൽ. നെഹെമിയയുടെ പ്രാർത്ഥന. അതെ, നെഹെമിയ 1-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ മതി. നെഹെമിയ നിലത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ഇന്ന് കസേരയെന്നോ സോഫയെന്നോ താഴേക്കൊന്ന് ഇറങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വ്യക്തികളുണ്ടാകാം. ഇവിടെ നമ്മൾ കാണുകയാണ്, അവൻ്റെ സകല കാര്യങ്ങളും നടന്നു കിട്ടി. നിലത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ 1 രാജാക്കന്മാർ 21:27 എടുത്താൽ ആഹാബ് അവന് തെറ്റുപറ്റി. ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ ചെയ്തൊരു കാര്യം, രാജകീയ വസ്ത്രം മാറ്റി മേത്ത് ചാരം വാരിയിട്ട് ഉപവാസം നോക്കി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ജീവിതത്തിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. എസ്തേർ 4:16 മുതൽ വായിക്കുമ്പോൾ 3 ദിവസം ഭക്ഷിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം, ഒരു കൂട്ടായ ഉപവാസ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എസ്തേർ 4:16 മുതൽ വായിക്കുമ്പോൾ, യൂദിത്ത് 10-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, യൂദിത്ത് സാഷ്ടാംഗം വീണ് പ്രലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ഇങ്ങനെയൊക്കെ നമ്മളും പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവസന്നിധിയിലെത്തും. 2 മക്കബായർ 13:11 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യൂദാസ് മക്കബേയുസിന്റെ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളുടെ പ്രാർത്ഥന. 3 ദിവസം അവര് ഉപവാസം നോക്കി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദാനിയേൽ 13-ാം അധ്യായം എടുക്കുമ്പോൾ 35 മുതൽ സൂസന്നയുടെ പ്രാർത്ഥന. സൂസന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നു, അവളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നു. ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെയാണ് നമ്മളിവിടെ കണ്ടത്. ഇവരൊക്കെ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥന വേസ്റ്റ് ആകത്തില്ല, ഫലസംദായകമാകും. അവര് ബോധ്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇനി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.